എന്താണ് ഓസ്ട്രേലിയൻ പിആർ? നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. എന്താണ് ഓസ്ട്രേലിയൻ പിആർ, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യുക, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓസ്ട്രേലിയൻ പിആർ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് ഓസ്ട്രേലിയയിൽ പെർമനന്റ് ആയിട്ട് താമസിക്കാനും വർക്ക് ചെയ്യാനും പഠിക്കാനും അലൗ ചെയ്യുന്ന ഒരു പെർമനന്റ് വിസയാണ് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. സ്കിൽഡ് മൈഗ്രേഷൻ, എംപ്ലോയി സ്പോൺസർ വിസ, റീജിയണൽ വിസ, ഇതൊക്കെയാണ് ഇതിന്റെ കാറ്റഗറീസ് വരുന്നത്. സബ് ക്ലാസ് 186, സബ് ക്ലാസ് 190, 491, 189. ഇനി ഓസ്ട്രേലിയൻ പിആറിന് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കൻസിന്റെ ഏജ് 45 വയസ്സിന് താഴെ ആയിരിക്കണം. മാത്രമല്ല പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് ചെയ്തിരിക്കുകയും വേണം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ബൈ പാത്ത് ഗ്ലോബൽ. എന്താണ് ഓസ്ട്രേലിയൻ പിആർ? നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. എന്താണ് ഓസ്ട്രേലിയൻ പിആർ, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യുക, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓസ്ട്രേലിയൻ പിആർ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് ഓസ്ട്രേലിയയിൽ പെർമനന്റ് ആയിട്ട് താമസിക്കാനും വർക്ക് ചെയ്യാനും പഠിക്കാനും അലൗ ചെയ്യുന്ന ഒരു പെർമനന്റ് വിസയാണ് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. സ്കിൽഡ് മൈഗ്രേഷൻ, എംപ്ലോയി സ്പോൺസർ വിസ, റീജിയണൽ വിസ, ഇതൊക്കെയാണ് ഇതിന്റെ കാറ്റഗറീസ് വരുന്നത്. സബ് ക്ലാസ് 186, സബ് ക്ലാസ് 190, 491, 189. ഇനി ഓസ്ട്രേലിയൻ പിആറിന് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കൻസിന്റെ ഏജ് 45 വയസ്സിന് താഴെ ആയിരിക്കണം. മാത്രമല്ല പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് ചെയ്തിരിക്കുകയും വേണം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ബൈ പാത്ത് ഗ്ലോബൽ അസിസ്റ്റ്.